ഹായ് ഹലോ ഹൗ ആർ യു എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് യുവ സിനിമാ നടി പിടിച്ച പുലിവാൽ എന്ന ചർച്ചാ വിഷയവുമായിട്ടാണ്. യുവ സിനിമാ നടി പിടിച്ച പുലിവാൽ. ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ഫ്രണ്ട്സ്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. യുവ സിനിമാ നടി പിടിച്ച പുലിവാൽ. എന്താണ് യുവ സിനിമാ നടി പിടിച്ച പുലിവാൽ? ഈ യുവ സിനിമാ നടി ആരാണ്? യുവ സിനിമാ നടി മറ്റാരുമല്ല, നമ്മുടെ നിമിഷ സജയനാണ്. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയിൽ ആ റാലിയുടെ ഭാഗമായിട്ട് ഈ സ്ത്രീ, ഈ നടി ഒരു പ്രസംഗം നടത്തുകയുണ്ടായി, യുവ സിനിമാ നടി. ആ പ്രസംഗത്തിനിടയിൽ നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപിയെ കളിയാക്കിക്കൊണ്ട് അവർ സംസാരിക്കുകയുണ്ടായി. സംസാരിച്ചത് മറ്റൊന്നുമല്ല, തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല, പിന്നെ ഇന്ത്യ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം, നമ്മൾ കൊടുക്കുമോ? ഇങ്ങനെയാണ് അവർ ചോദിച്ചത്. തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല, പിന്നെ ഇന്ത്യ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം, നമ്മൾ കൊടുക്കുമോ? ഇങ്ങനെയാണ് അവർ ചോദിച്ചത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ സമയത്ത് സുരേഷ് ഗോപിയുടെ BJP പ്രവർത്തകർ മാത്രമല്ല, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയെ, എന്ന സിനിമാ നടനെ, അദ്ദേഹം സൂപ്പർ താരമാണ്, സൂപ്പർ സ്റ്റാറാണ് മലയാള സിനിമയിൽ. അപ്പോൾ പല ലാംഗ്വേജിലും, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ലാംഗ്വേജിലും അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വെൽവിഷേഴ്സ് ഉണ്ട്. പിന്നെ ഈ വ്യക്തിയുടെ സ്വഭാവ മഹിമ, അദ്ദേഹം ഒരു നല്ല മനസ്സിനുടമയാണ്, ഒരു നിരുപദ്രവകാരിയായ വ്യക്തിയാണ്. അപ്പോൾ ഈ സിനിമാ നടനെ പോലെ തന്നെ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ പെൺകുട്ടി, ഈ യുവ സിനിമാ നടി പറയുന്നത് അന്നത്തെ ആ സമയത്ത് 4 വർഷങ്ങളുടെ ഇടയിലുള്ള സമയത്ത്, 4 വർഷങ്ങൾക്ക് മുമ്പ് കുറേ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ആ ശ്രദ്ധിച്ച ആളുകൾ നോട്ടീസ് ചെയ്തു. അത് പിന്നീട് സുരേഷ് ഗോപി ഇങ്ങനെ പറയാനുള്ള, ഇവരിങ്ങനെ കളിയാക്കാനുള്ള കാരണം, ആ സമയത്ത് സുരേഷ് ഗോപി ഏതാണ്ട് 2016 മുതൽ 2022 വരെയുള്ള സമയം പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിച്ച് ജയിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി BJPയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം 2016 മുതലാണ് BJPയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസ കാലത്ത് മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുവെങ്കിലും 2016 മുതലാണ് BJP എന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം BJPയുടെ നേതാക്കളുമായി കൂടിയാലോചിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തൃശ്ശൂർ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. അപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഈ BJPയുടെ ചീട്ടിൽ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് BJP സ്ഥാനാർത്ഥിയായിട്ട്, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പല വേദികളിലും ആ സമയത്ത് ഈ 4 വർഷക്കാലം മുമ്പ് അദ്ദേഹം വേദികളിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശൈലി പറഞ്ഞാൽ, തൃശ്ശൂർ ഞാൻ എടുത്തു എന്ന് പറയുമായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം തൃശ്ശൂരുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൊണ്ടും തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടിയും അവിടെയുള്ള ആളുകളോടുള്ള സ്നേഹം കൊണ്ടും അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യമേ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിക്ക് തൃശ്ശൂരുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി, അപ്പോൾ ആ ഒരു ഇൻറ്റിമസി വെച്ചിട്ട് അദ്ദേഹം ചിന്തിച്ചത്, എനിക്ക് തൃശ്ശൂർ വേണം എന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അന്നത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തും അദ്ദേഹത്തോട് അസൂയയും കുശുമ്പുമുള്ള സിനിമാക്കാരുടെ ഇടയിലുണ്ട്, രാഷ്ട്രീയക്കാരുടെ ഇടയിലുണ്ട്. ആദ്യത്തെ കാലത്ത് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അറിയായിരുന്നു, പുള്ളിയെ പച്ച തൊടിപ്പിക്കലുമായിരുന്നു കേരളത്തിൽ പാർട്ടി നേതാക്കൾ. അപ്പോൾ ഈ BJPയുടെ പാർട്ടി നേതാക്കൾ തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ഈ സിനിമാക്കാരുടെ ഇടയിലും ശത്രുക്കളുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ എല്ലാവരും ഈ ശത്രുത മനോഭാവത്തിൽ നിന്നവരും, പിന്നെ അദ്ദേഹം ആ സമയത്ത് സിനിമയിലുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സിനിമകൾ കുറഞ്ഞ സമയമായിരുന്നു.
അപ്പോൾ സുരേഷ് ഗോപി ഇനി ഔട്ടായി പോവുമോ, സിനിമയിൽ നിന്ന് ഔട്ടാവുമോ, രാഷ്ട്രീയത്തിൽ വിജയിക്കുമോ, ഇതൊന്നും കൃത്യമായിട്ട് അറിയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ആളുകൾ, അത് അവരെ ബാധിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് അവർ അന്ന് സുരേഷ് ഗോപി കളിയാക്കിയിരുന്നു. ആ കൂട്ടത്തിലാണ് നിമിഷ സജയനും പെട്ടത്. അപ്പോൾ നിമിഷയ്ക്ക് എന്താണ് നിമിഷയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പം നിമിഷ ഇനി ഇലക്ഷൻ നിൽക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ നടനെ അവർ വകവയ്ക്കാത്തത് കൊണ്ടാണോ, സഹപ്രവർത്തകൻ എന്ന നിലയിൽ, സീനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അത് കൊടുക്കാത്തത് കൊണ്ടാണോ, എന്താണ്? അതുണ്ടെങ്കിൽ അവരങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ ഒരു തൃശ്ശൂർ ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല, പിന്നെ ഇന്ത്യ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുമോ എന്ന് ചോദിച്ചെങ്കിൽ ഇങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം. അപ്പോൾ അവരിതെന്തോ ഈ സിനിമ എന്താണ്ട് എൻ്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങി, ഇനി സുരേഷ് ഗോപിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ. സുരേഷ് ഗോപിയുടെ റെസ്പെക്റ്റും അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റിനോടുള്ള റെസ്പെക്റ്റും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അവരങ്ങനെ പറയും. അപ്പോൾ അവർ പറയില്ല. അപ്പോൾ അവർ ശരിക്കും ആ ഒരു മൈൻഡ് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത്. അത് പിന്നീട് 2024 സുരേഷ് ഗോപി ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് കേന്ദ്രത്തിൽ BJPയുടെ MP ആയി തിരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് കേന്ദ്രത്തിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി, പെട്രോളിയം ടൂറിസം വകുപ്പിൻ്റെ സഹമന്ത്രിയായിട്ട് നിയുക്തനാക്കപ്പെടുകയും അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടുകയും ചെയ്തു. അദ്ദേഹം സഹമന്ത്രിയാവുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി ആ സമയത്ത് ഈ നിമിഷ സജയനെ പോലെയുള്ള ആളുകൾ, അന്ന് കളിയാക്കി നോട്ട് ചെയ്ത് വെച്ചിരുന്ന ആളുകൾ, നിമിഷ സജയനൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നിമിഷ സജയനും സോഷ്യൽ മീഡിയ കൂടി അവരുടെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എവിടെയൊക്കെ അവരെ കളിയാക്കാമോ അവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അവരെ അങ്ങോട്ട് പൊങ്കാലയിട്ടു. എന്താ അംബാനെ, കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണ്ടേ, സുരേഷ് ഗോപി ഇപ്പോൾ എവിടെ, നിമിഷ സജയൻ ഇപ്പോൾ എവിടെ എന്നുള്ള രീതിയിൽ ആളുകൾ കളിയാക്കി. അവരുടെ കമൻറ്റ് ബോക്സ് അങ്ങ് ടൈറ്റായിട്ട് അവരെ പൊങ്കാലയിട്ടു. അവർ കമൻറ്റ് ബോക്സൊക്കെ ബ്ലോക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ നിമിഷ സജയൻ എന്ന് പറഞ്ഞ നടി സിനിമയിൽ വന്നത് 2017 സുരേഷ് ഗോപി ഏതാണ്ട് 1965 ഓടയിൽ എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ സത്യൻ മാസ്റ്റർ നായകനായിട്ട് അഭിനയിച്ചപ്പോൾ, നസീർ സാറൊക്കെ നായകനായിട്ട്, 2 നായകന്മാർ മൾട്ടി സ്റ്റാർ സിനിമയായ ഓടയിൽ നിന്നിൽ ബാലതാരമായിട്ട് അഭിനയിച്ച് തുടങ്ങിയ നടനാണ്. അപ്പോൾ എത്ര വർഷമായി സുരേഷ് ഗോപി സിനിമയിൽ വന്നു തുടങ്ങിയിട്ട്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഫിലിം ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അദ്ദേഹം 1986 വീണ്ടും മേജർ ആർട്ടിസ്റ്റായിട്ട്, അതും ചെറിയ ആർട്ടിസ്റ്റായിട്ട്, അതായത് വലുതായതിനു ശേഷം ചെറിയ ചെറിയ റോളുകളിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുകയും TP ബാലഗോപാലിൻ്റെ മേലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിച്ചു. തുടർന്ന് സിനിമയിൽ സഹനടനായും അത്രയും കാലത്തിൽ ക്യാരക്ടർ റോളുകളിലും വില്ലനായും, അത് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയും വില്ലനായിട്ടും, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം നായകനായും തുടർന്ന് സൂപ്പർ താരമാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല റോളുകളും, അദ്ദേഹം അഭിനയിച്ച് മികവുറ്റ റോളുകൾ, വളരെയധികം നല്ല റോളുകൾ, കൊടക്കം വീരഗാഥ, ഇന്നലെ, അങ്ങനെ തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം നല്ല നല്ല റോളുകൾ ചെയ്ത് അദ്ദേഹം സ്റ്റീരിയോ ആർട്ടിസ്റ്റായി മാറുകയും സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു. തലസ്ഥാനം, ഏകലവ്യൻ, അങ്ങനെയുള്ള പടങ്ങൾ, മാഫിയ, അങ്ങനെയുള്ള നല്ല പടങ്ങൾ, കളിയാട്ടം, കളിയാട്ടമൊക്കെ നാഷണൽ ലെവലിൽ അദ്ദേഹത്തിന് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാഹചര്യമൊക്കെ. അപ്പോൾ ഇത്രയും സീനിയറായിട്ടുള്ള ഇത്രയും നല്ലൊരു നടനെ മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ, അപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നെങ്കിൽ, ഒരു സഹനടൻ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ബഹുമാനിച്ചിരുന്നെങ്കിൽ സീനിയർ. കാരണം നിമിഷ സജയൻ സിനിമയിൽ വരുന്നത് 2017 2017 തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന് പറഞ്ഞ സിനിമ, ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് അവർ സിനിമയിൽ വരുന്നത്. അപ്പോൾ അവർ ജനിക്കുന്നതിന് മുമ്പേ സുരേഷ് ഗോപി സിനിമയിലുണ്ട്. അങ്ങനെ ഒരു നടനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ അധിക്ഷേപിച്ച് പറയേണ്ട ആവശ്യമില്ല, അപ്പോൾ കളിയാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ യുവതലമുറയുടെ ഒരു കുഴപ്പമാണ്. തലമുറയിൽ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ചില ആളുകൾ വന്ന് സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ സിനിമ നമ്മുടെ കൈപ്പിടിയിലാണ്, സീനിയേഴ്സൊന്നുമല്ല എന്നുള്ള ചിന്തിക്കുന്നത്. എന്നാൽ നല്ല സീനിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞു, യുവ താരങ്ങളുണ്ട്. പക്ഷെ നിമിഷയൊക്കെ ഇങ്ങനത്തെ ഒരു മൈൻഡ് കൊണ്ടുവരുന്ന ആളാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തായാലും നിമിഷ ഇപ്പോൾ മമ്മൂക്കയെ പിടിച്ചേക്കുക. മമ്മൂക്ക അഭിനയിക്കുന്നത് കണ്ടപ്പോൾ മമ്മൂക്ക കരഞ്ഞപ്പോൾ നിമിഷ കരഞ്ഞു പോയി എന്നാണ് നിമിഷ പറയുന്നത്. അപ്പോൾ അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ സുരേഷ് ഗോപിയെ കളിയാക്കിയപ്പോൾ, സുരേഷ് ഏട്ടനെ കളിയാക്കിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ നോക്കുക. അപ്പോൾ സീനിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല,
അങ്ങനെ എല്ലാവരും കൂടി അവരെ പൊങ്കാലയിട്ടപ്പോൾ അവർ നേരെ മമ്മൂക്കയെ പിടിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന യുവ നടിമാരെ സംബന്ധിച്ച്, യുവ നടന്മാരെ സംബന്ധിച്ച് സീനിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഉള്ള, അല്ലെങ്കിൽ സഹപ്രവർത്തകരെ റെസ്പെക്റ്റ് ചെയ്യാതെ ഉള്ള ഞാനാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിലാണ് കാര്യം, അദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചു, അതൊക്കെ കഷ്ടമല്ലേ. അപ്പം ആ സുരേഷ് ഗോപി ഇന്ന് എവിടെ നിൽക്കുക? സുരേഷ് ഗോപിക്ക് ഇപ്പോൾ സിനിമ ചെയ്യണോ, മന്ത്രിസ്ഥാനത്ത് നിന്ന് ഭരിക്കണോ എന്നുള്ളത് കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇഷ്ടമായൊരു സിനിമയുണ്ട്, അദ്ദേഹം നാനായിട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിന്നിരിക്കാൻ സമയമില്ല. തൃശ്ശൂർ അദ്ദേഹം എടുക്കുക എന്ന് പറഞ്ഞ് തൃശ്ശൂരുകാർ അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്തു, അവർ ക്യാരി ചെയ്തു, അവർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു, അദ്ദേഹത്തിന് വോട്ടുകൾ ചെയ്തു. അവിടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയാണ്. സിനിമാ നടന്നുള്ള പരിവേഷമുണ്ട്, ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമയുണ്ട്. അദ്ദേഹം ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു, ഒരുപാട് പേരെ സഹായിച്ചിരുന്നു. അദ്ദേഹം ചെയ്ത സഹായങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം അത് അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന മത, രാഷ്ട്രീയ, ജാതി ഭേദമന്യേ പലരെയും അദ്ദേഹം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കിയ തൃശ്ശൂരിനെ അദ്ദേഹം വിടില്ല എന്നുള്ളത് തൃശ്ശൂർകാർക്ക് മനസ്സിലായി. അവർ തൃശ്ശൂർക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്വഭാവമുണ്ട്, അതായത് ടേസ്റ്റഡ് ട്രസ്റ്റഡ്, ഇങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പോൾ അവർ സുരേഷ് ഗോപി ട്രസ്റ്റ് ചെയ്യുന്നു. ആ ട്രസ്റ്റ് ചെയ്യുന്നുള്ള തെളിവാണ് സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിയായത്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, കാരണം ജനങ്ങൾ സുരേഷ് ഗോപിയുടെ കൂടെയുണ്ട്. ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് അങ്ങനെ പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നല്ല മനുഷ്യനെ അറിയാവുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ കാണുന്നതുകൊണ്ടും മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടുമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് യുവ സിനിമാ നടി പിടിച്ച പുലിവാല്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ തല പൊക്കാൻ പറ്റില്ല, അതുപോലെ അവരെ ഡിഗ്രേഡ് ചെയ്തു, അവരെ ബോഡി ഷെയിം ചെയ്തു, പല രീതിയിൽ അവരെ അധിക്ഷേപിച്ചു, അവർ കമൻറ്റ് ബോക്സൊക്കെ എല്ലാം ബ്ലോക്ക് ചെയ്തേക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ സഹപ്രവർത്തകരെയും സീനിയറായിട്ടുള്ളവരെയും റെസ്പെക്റ്റ് ചെയ്യുക. നാളെ അവരെന്തായി തീരും, ആരായി തീരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ യുവാക്കളുടെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ നിൽക്കുമ്പോൾ അവരുടെ സമയമാണെന്ന് അവർക്ക് തോന്നും, സീനിയേഴ്സ് ഔട്ടായി പോകുന്നു. പക്ഷെ അതൊക്കെ തെറ്റാണ്. ഒരു നടൻ സുരേഷ് ഗോപി 60 എബോവാണ്, 60 എബോവാണ്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും അർപ്പണവും കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും ഒരു ദീർഘവീക്ഷണം നമുക്ക് വേണം. കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണ്ടേ അംബാനെ എന്ന് ആ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചത് കൃത്യമാണ്. എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് വരും. താങ്ക് യു, എന്നെ വായിച്ചതിന് നന്ദി. ഓക്കെ, സി യു, ഗുഡ് ബൈ.